ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു അൾട്ടീസിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് എൻക്വയറി വന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു അൾട്ടീസ്, നമ്മളെ ന്യൂ ടൈപ്പ് അല്ല വരുന്നത്, 2013 നല്ലൊരു അടിപൊളി ഒരു അൾട്ടീസുമായിട്ടാട്ടെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നേരെ അപ്പോൾ ഇനി വലിച്ചു നീട്ടാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോകാം അല്ലേ. ആദ്യം തന്നെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2013 മോഡല് ആൾട്ടീസ്, കൊറോള ആൾട്ടീസ്, ടയോട്ടയുടെ ഒരു പൊൻതൂവൽ എന്ന് വിശേഷിപ്പിക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ 2016. അപ്പോൾ അതിനുശേഷം ഒരുപാട് എൻക്വയറി വന്നു. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം എൻക്വയറിയും കാര്യങ്ങൾ ആ വണ്ടിക്ക് വന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള വില കുറച്ചുങ്ങാണ്ടുള്ള ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ ആ വണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അവർക്ക് ആ വണ്ടി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് അതായത് ഒരു അടിപൊളി ഒരു വാഹനം വന്നിട്ടുണ്ട്. 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള മേജർ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വാഹനം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാണ്ട് കാണിച്ചു തരാം. ജെ ഓപ്ഷനാണ് വരുന്നത് എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അലൈവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അൾട്ടീസിൻ്റെ കാര്യങ്ങൾ, ഈ ജെ ഓപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ അൾട്ടീസിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടൊരു അടിപൊളി വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നേരെ നമുക്ക് ഓരോരോ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാ വീഡിയോയും തുടങ്ങുന്ന പോലെ തന്നെ ഡോർ ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാനുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ എല്ലാ ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ സീറ്റിലെ ഡോറും ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ, അപ്പോൾ പേസ്റ്റും കാര്യങ്ങളൊക്കെ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 2013 നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാവുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ചിലപ്പോൾ ഇത് നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബാക്ക് ഡോറാണെന്നുണ്ടെങ്കിലും ഒരു ഡോറാണെന്നുണ്ടെങ്കിലും 2013 ഗ്ലാസ് ക്വാർട്ടർ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും ഒന്നും മാറിയിട്ടില്ല. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണെന്ന് ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഡിക്കിൻ്റെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡിക്കി ആണെന്നുണ്ടെങ്കിലും കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 2013 അപേക്ഷിച്ചുകൊണ്ട് ഇത്രത്തോളം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം കിട്ടുന്നത് പ്രയാസമാണ്. പ്രയാസമാണ്. വണ്ടികളൊക്കെ ഉണ്ടാവും, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രയാസമായിരിക്കും ഇത്ര നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ. ഇവിടെ ഈ ഭാഗമോ അല്ലെങ്കിൽ ഈ ഭാഗം ഒന്നും തട്ടിയിട്ടില്ല, ബാക്കിലോ ഒന്നും തട്ടിയിട്ട ഒരു നല്ലൊരു വാഹനമാണ്. ഇനിയിപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇതാ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഒന്നും അടിയിലോ മേലെ ഒന്നും വണ്ടി തട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിൽ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 2014 ഗ്ലാസ്സാണ്. പക്ഷേ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ ഈ ഇയർ ബാക്ക് സാധനങ്ങൾ വരുന്ന പോലെ തന്നെ ചിലപ്പോൾ 13 ലാസ്റ്റൊക്കെ ഇറങ്ങിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഗ്ലാസ് വരാൻ സാധ്യത ഉണ്ട്. പക്ഷേ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിലവിലുള്ള സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2013 ഇവിടെയൊക്കെ 13 തന്നെയാണ് ഗ്ലാസ്സിൽ വരുന്നത് കേട്ടോ. പിന്നെ ഈ ഡോറ് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ മേജർ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അടുത്തത് ഈ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ഏകദേശം എല്ലാ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ഗ്ലാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അപ്പോൾ അത് ഗ്ലാസ് മാറിയിട്ടുണ്ടോ എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം എല്ലാ ഗ്ലാസ്സിനും ഓരോ സീരിയൽ നമ്പർ വരും. ആ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് എല്ലാം മാച്ചായിട്ട് തന്നെ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് അറിയില്ല. നമ്മളെ അനുഭവത്തിലും ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. 2013 വണ്ടിക്ക് 2014 ഗ്ലാസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷനില്ല വണ്ടികൾക്കൊക്കെ വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 2013 വണ്ടിയാണെന്നുണ്ടെങ്കിൽ 12 ഗ്ലാസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇയർ ബാഗ് സാധനങ്ങളൊക്കെ വണ്ടിയിൽ വരാറൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാതും ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ കഴിയില്ല. പിന്നെ ഹിസ്റ്ററി നോക്കിയപ്പോൾ അതിലോ ഗ്ലാസ്സിൽ ഹിസ്റ്ററിയിൽ ഗ്ലാസ് മാറിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോകാം. ഇൻറ്റീരിയർ ഭാഗത്ത് എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയാണ്ട് ഞാൻ പറയാം. ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിൽ പവർ വിൻഡോൻ്റെ ബട്ടന് കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ലോക്കിൻ്റെ ബട്ടന് കാര്യങ്ങൾ ഉണ്ടാകും. പിന്നെ ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററും കാര്യങ്ങളൊക്കെയാണ് ജെ ഓപ്ഷനിൽ തന്നെ വരുന്നത്. അതുപോലെ നമ്മളെ ചാവി ഇട്ട് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒറ്റ
തിരിച്ചു തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. എ സിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള എ സിയാണ്. ഇൻറ്റീരിയർ ഇവിടെ മേലെ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2013 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഇൻറ്റീരിയറും കാര്യങ്ങളാണ്. പക്ഷേ ഇനി വേറൊരു കാര്യം എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം. ഇത്ര നേരം വെയിലത്ത് നിന്നിട്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടീസ് ഉപയോഗിക്കുന്നവർക്കും അൾട്ടീസ് ഉപയോഗിക്കുന്ന കൂട്ടുകാരുള്ളവർക്കൊക്കെ ഏകദേശം അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാനൊന്ന് എടുത്ത് പറയാം. അൾട്ടീസിൻ്റെ ഒരു പോരായ്മ എന്നും പറയാം, ഇനിയിപ്പോൾ പഴക്കത്തിൻ്റെ എന്നും പറയാം. പക്ഷേ ഇത് ഒരു പോരായ്മ തന്നെ ആയിട്ട് തന്നെ കൂട്ടാം. കാരണം ഈ ഒരു ഭാഗം ഈ മോഡൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ 2009 മുതൽ 2014 വരെ ഇറങ്ങിയ മോഡലിൽ ഈ ഒരു ഭാഗം അത്യാവശ്യം ഇങ്ങനെ ഈ പൊട്ടി പോരുന്നൊരു ഒരു പ്രവണത നമ്മൾ പല വണ്ടിയിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചൊരു വണ്ടിയിൽ കുറച്ച് മുൻപ് ഞാനൊരു ബ്ലാക്ക് കളർ അൾട്ടീസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു 2012 മോഡൽ. അതിനും ഇതുപോലെ ഈ ഒരു ഭാഗം മാത്രം വെയിൽ കൊണ്ടിട്ടില്ല, ചൂടും കൊണ്ടില്ല ഒരു പൊട്ടിപ്പോരുന്നതും. പക്ഷേ ഇതിന് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സീറ്റിനൊക്കെ അടിച്ചിടുന്ന പോലെയുള്ള നല്ല അടിപൊളി ലെതറിൻ്റെ ഒരു റെക്സിനും കൊണ്ട് ലെതർ അടിക്കുമല്ലോ, നമ്മൾ സീറ്റ് കവർ ലെതറിൻ്റെ അടിക്കുമല്ലോ, ആ സംഭവം കൊണ്ട് ലെതറിൻ്റെ ഒറിജിനൽ ലെതറും കൊണ്ട് റെക്സിനും കൊണ്ട് അടിക്കാതെ ലെതറും കൊണ്ട് നല്ല രീതിയിൽ അടിച്ചെങ്ങാണ്ട് ഇവിടെ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോറ് മാറുകയും ചെയ്യും കേട്ടോ. നമ്മളെ വണ്ടിക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഉപയോഗിച്ചിരുന്ന വണ്ടിക്ക് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാ അൾട്ടീസിനും കണ്ടുവരുന്നൊരു മോശം വശം എന്ന് പറയാവുന്നൊരു സംഭവമാണ് ഇത്. പിന്നെ വേറെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആസ്ട്രേ അതേപോലെ ചാർജിങ് പോർട്ട് കാര്യങ്ങൾ കാണാം. അതുപോലെ എ സിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങൾ, എ സിയുടെ സെറ്റപ്പുകൾ, എ സി വെൻറ്റുകൾ. അതുപോലെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജസ്റ്റ് ഒരു നമുക്ക് ഗ്ലാസും അതുപോലെ ബോട്ടിലൊക്കെ വെക്കാനുള്ളൊരു ഇതുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാവരും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിലൊരു പോരായ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് കവർ ഇതിൻ്റെ കോംബോ സീറ്റ് കവർ ആണെങ്കിൽ പോലും പക്ഷേ ഒരു കളർ മാച്ച് ഇല്ലാത്ത പോലെ തോന്നി. ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റും ഒരു മാച്ച് ഇല്ലാത്ത പോലെ തോന്നി. സീറ്റ് കവർ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ വണ്ടി ഓടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,67,000 കിലോമീറ്ററാണ്. പക്ഷേ അത് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതും കൂടെ എടുത്ത് പറയാം കേട്ടോ. പക്ക ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ടൊയോട്ടയുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 വണ്ടി അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര ആയിക്കോട്ടെ, മോഡൽ എന്തോ ആയിക്കോട്ടെ, ടൊയോട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു വാഹനം ഇപ്പോൾ ഒരു 2,60,000 2,67,000 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഇങ്ങനെ ആനവായൽ അമ്പാന എന്നൊക്കെ ഒരു ഉദാഹരണം വളരെ ചുരുക്ക ഓട്ടത്തിൽ പെടുത്താവുന്നതാണ്. ഇപ്പോൾ സാധാരണ ഒരു വണ്ടി 25,000 കിലോമീറ്റർ എന്നൊക്കെ പറയില്ല, അതേപോലെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഓട്ടാണ് 2,67,000 എന്നൊക്കെ പറയുന്നത് ടൊയോട്ടയുടെ വണ്ടിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ഒരു പരസ്യമുണ്ട്. ടൊയോട്ടയുടെ ഒരു സ്കാം നടത്തുന്ന ഒരു ടീം ടൊയോട്ടയുടെ വണ്ടി സൈഡിൽ ഇട്ടിങ്ങാണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വണ്ടി പുകയുന്ന രൂപത്തിലൊരു വീഡിയോ എടുക്കും. അപ്പോൾ അതിലെങ്ങനെ സഞ്ചരിച്ച് വരുന്ന ആൾക്കാരെ മുന്നിൽ കൈ കാട്ടും. അവർ പെണ്ണായിരിക്കും കൈ കാട്ടുക. അപ്പോൾ ആ പെണ്ണ് കൈ കാട്ടുമ്പോൾ സാധാരണ എല്ലാവരും നിർത്തും. ഒരു പെണ്ണ് കൈ കാട്ടുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അവർ തീം കൊടുത്തേക്കുന്നത് അവർ. അപ്പോൾ ആ കൈ കാട്ടിയിട്ട് അവർ നിർത്താതെ പോകുക, ഓടിക്കുന്ന ചെക്കൻ നിർത്താതെ പോകും. അപ്പോൾ ഇവനോട് ചോദിക്കും അവിടെ വണ്ടി എന്തോ പറ്റിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നീ നിർത്താതിനെന്ന് ചോദിക്കും. ഇംഗ്ലീഷിലുള്ളൊരു ഇതാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീഡിയോ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിൽ എന്നിട്ട് ആൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വണ്ടി നിർത്തുന്നത്, അവിടെ വണ്ടി എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ആ വണ്ടി ഏതാണെന്നറിയാം, ടൊയോട്ടയുടെ വണ്ടിയാണ്. ടൊയോട്ടയുടെ വണ്ടി എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കിടന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അത്രത്തോളം ഒരു എന്താ പറയുക ഒരു പവറാണ് ടയോട്ടയുടെ എൻജിന് ടയോട്ടയുടെ വണ്ടികൾക്ക് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഉദ്ദേശം ശരിയാണേനും നമ്മൾ ഏകദേശം 8.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ഇന്നോവ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ട് നമ്മളെ വീട്ടിലൊരു അംഗത്തിനെ എങ്ങനെ നോക്കുന്നത്, അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കറക്റ്റ് ഫുഡും കാര്യങ്ങളും കഴിക്കൂലേ, അതേമാതിരി ഓയിൽ ഫിൽറ്റർ വെള്ളം കാര്യങ്ങളൊക്കെ നോക്കി ഓടുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല വണ്ടിക്ക്. അപ്പോൾ ഇനി നേരെ നമുക്ക് ബാക്ക് ഭാഗത്തോട്ട് പോകാൻ കൂടുതൽ ഇങ്ങനെ വലിച്ച് പ്രസംഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വെയിൽ കൊണ്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന വീട്ടിലത്തെ ചേട്ടൻ എന്താ നമുക്ക് തണുത്ത വെള്ളം ഒക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം. എപ്പോഴും വെള്ളം കലക്കി തരലും അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്ന വെസർത്ത് ആകൊലിക്കും. വെസർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം സ്ലാങ്ങിൽ വിയർത്തൊലിക്കുക എന്നില്ലേന്ന് പറയുന്നതാണ്. നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്ലാങ് വിട്ടുള്ള പരിപാടി നമുക്ക് വരില്ലല്ലോ. അപ്പോൾ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അല്ലേ, ഒരു വല്ലാതെ എടുത്ത് പറയേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ രാഷ്ട്രീയം വരും, വേറെ കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ട ബാക്കിലില്ല. ഈ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മാറ്റി ഒറ്റ കളറിലാക്കിങ്ങാണ്ട് നല്ലൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവരെ 3 പേർക്ക് ബാക്കിൽ അത്യാവശ്യം നല്ല സുഖസുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ തന്നെയാണ് ടയോട്ട ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റാണ്. പിന്നെ അലൈവീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ലൊരു അടിപൊളി അലൈവീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ അടിപൊളിയാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി അലൈവീൽ വരുന്നുണ്ട്. ആ അലൈവീൽ നമുക്ക് ഇപ്പോൾ 2014 ശേഷമൊക്കെ വരുന്ന ഫുൾ ഓപ്ഷന് വരുന്ന അലൈവീലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അലൈവീലൊക്കെ ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പാടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് സോറി നമ്മളെ എൻജിൻ ഭാഗം ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാൻ മറന്നു. അഫ്താബ് ഇപ്പോൾ വിരലുകൊണ്ട് ഇങ്ങനെ ചൂണ്ടി കാണിച്ചു തന്നു, എൻജിൻ സൈഡ് കാണിച്ചു കൊടുക്കാൻ മറന്നത്. താങ്ക് യു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, കാരണം ഇത് എല്ലാ ഭാഗങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഈ എൻജിൻ്റെ സൗണ്ടും പാടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് തുറന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോവാം. അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല, മൈക്കിൻ്റെ അടുത്തല്ലേ, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോവാം. അപ്പോൾ എൻജിൻ നോയ്സ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നല്ല രീതിയിൽ നോയ്സും കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻജിൻ സൈഡൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വണ്ടി നോക്കുന്ന ഒരാളടുത്താണ് വണ്ടി. ഒരാൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഒരുപാട് കൈമാറിയിട്ടോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. ഇപ്പോൾ സിംഗിൾ ഓണർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലാവാത്തവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് കേരളത്തിൽ തന്നെയുള്ള ഇപ്പോൾ ഒരുപാട് വണ്ടികൾ പുറത്തുനിന്ന് വരുന്നതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. സിംഗിൾ ഓണറാന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും, പക്ഷേ എന്നാലും ഒന്ന് എടുത്ത് പറയാന്നുള്ളൂ. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് കേട്ടോ ഇത്. വേറൊരു കാര്യമുണ്ട്, ഓണർഷിപ്പ് കുറേ ആയി, അതുപോലെ കുറേ കിലോമീറ്റർ ഓടിയെന്ന് ഉള്ളതുകൊണ്ട് ഒരു വണ്ടി എടുക്കാതിരിക്കും വേണ്ട നിങ്ങൾ. കാരണം ആ വണ്ടി പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ചിലപ്പോൾ 10,000 കിലോമീറ്ററിൽ വരെ നമുക്ക് വണ്ടി പൊളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രൈവർമാരൊക്കെ നമ്മുടെ നാട്ടിൽ കൂടി ഉണ്ട്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമല്ല, ഓണർഷിപ്പോ അല്ലെങ്കിൽ കിലോമീറ്ററോ കൂടുതലായി എന്ന് കരുതിയിട്ട് വാഹനം എടുക്കാതിരിക്കേണ്ടത്. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എടുക്കാതിരിക്കലും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 1,70,000 കിലോമീറ്റർ ഓടിയ ഒരു അൾട്ടീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ആ വണ്ടി കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന, കൂടുതൽ കഥകളിലേക്ക് പോകുന്നില്ല, നമ്മൾ ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 4,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2013 ജെ ഓപ്ഷനിലുള്ള ഈ വാഹനം സ്വന്തമാക്കുക. സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ്. അപ്പോൾ ഇനി വേറെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് അതിൽ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി കൂടുതൽ വീഡിയോസോ വേറെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെയുള്ള വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് ചേറുമ്പ് ഇക്കോ വില്ലേജ് പാർക്കിൻ്റെ അടുത്താണ്, കരുവാരക്കുണ്ട് പാർക്കിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ വീഡിയോ അതുപോലെ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്താലും മതി കേട്ടോ. അല്ലാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണോ നിങ്ങൾ തന്നെ വിലയിരുത്തിയതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ എടുത്തതിൽ എന്തെങ്കിലും കുറവുകളോ ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത എല്ലാ ഭാഗങ്ങളും നിങ്ങളൊരു വണ്ടി നേരിട്ട് കാണുന്ന രൂപത്തിൽ തന്നെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളും നിങ്ങൾ ഭാവിയിൽ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഒരു പേജ് തന്നെയായിരിക്കും നമ്മളത്. അതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി പേജ് തന്നെയായിരിക്കും. ഇതുപോലുള്ള നല്ല നല്ല വണ്ടികൾ നല്ലത് ഓഫർ പ്രൈസിലുള്ളതും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾ വണ്ടി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.